ഇറാൻ അവരുടെ സ്ട്രാറ്റജി മാറ്റി എന്നത് നമ്മൾ അറിഞ്ഞു. മിസൈൽസ് കൂടുതൽ അയക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അതുതന്നെയായിരുന്നു ഇസ്രായേലും പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ കുറഞ്ഞ മിസൈൽസ് മാത്രമേ വന്നുള്ളൂ. എന്നാൽ ഇമ്പാക്റ്റ് എന്നത് വീണ്ടും പഴയതുപോലെ തന്നെ അധികമായിട്ടുണ്ട്. കൂടുതൽ മിസൈൽസ് അയച്ചാൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആണോ സംഭവിക്കുക, അതുതന്നെ ഇത്തവണയും സംഭവിച്ചിട്ടുണ്ട്. എഗൈൻ ആൻഡ് എഗൈൻ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് നന്നായി തന്നെ അറിയാം. അപ്പോൾ ഇറാനെ ഉടൻ തന്നെ തടസ്സപ്പെടുത്തുന്നതിന് G7 രാജ്യങ്ങളുടെ ഒരു അനുവാദം ആവശ്യമായിരുന്നു. അതും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇതിന് എന്താണ് പറഞ്ഞത്? പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് A200 ആ ബിൽഡിങ്ങിനെ ഞങ്ങൾ നശിപ്പിച്ചുവെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മൊസാദിന്റെ യൂണിറ്റ് A200 അത്ര പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണോ? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഒരു യുദ്ധം സംഭവിക്കുന്നു. അത് ഏത് രാജ്യത്തിനുള്ളിൽ സംഭവിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധമെടുത്താൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ IF പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, ആ സമയം യുദ്ധം ഇറാനുള്ളിലായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ ചെയ്തത് അവരുടെ പക്കലുള്ള മിസൈൽസ് എല്ലാം ഇസ്രായേലിലേക്ക് അയച്ചു. അതിപ്പോൾ ഹൈഫ ആയിക്കോട്ടെ, ടെൽ-അവീവ് ആയിക്കോട്ടെ. ഈ സമയങ്ങളിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഇറാനിൽ നിന്നും ഇസ്രായേലിനുള്ളിലേക്ക് യുദ്ധം പതിയെ പതിയെ നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേലിലുള്ള ജനങ്ങളെല്ലാം പരിഭ്രാന്തരാകും. അവരുടെ ദൈനംദിന ജീവിതം തന്നെ തടസ്സപ്പെടും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരുന്നു ഇറാന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അംബിഷൻ. ദിവസവും ഇറാനുള്ളിൽ സംഭവിക്കുന്ന യുദ്ധത്തെ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ഭാഗത്തേക്ക് തിരിച്ചുവിടണം. ഇസ്രായേലിലെ ജനങ്ങൾ അവരുടെ ജീവിതം സംരക്ഷിക്കാൻ, അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി കഷ്ടപ്പെടണം. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇറാൻ കയ്യിലെടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിൽ ഒരു ദിവസം എത്രത്തോളം സൈറൻ മുഴങ്ങുന്നുണ്ടെന്ന്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ഡേറ്റാസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, ഇസ്രായേലിന്റെ ധാരാളം സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ തോതിൽ റെഡ് ഐക്കൺ ഉണ്ടാകും. ഇങ്ങനെ ധാരാളം സമയങ്ങളിൽ സൈറൻ മുഴക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം കൊടുക്കാനാണ്, ഒരു സൂചന നൽകാൻ വേണ്ടിയാണ്. ഇത്തരത്തിൽ ദൈനംദിന ജീവിതം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ഗോൾ. അതിപ്പോൾ ഇറാൻ തുടർച്ചയായി തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഇറാന്റെ പക്കൽ ഒരു മിസൈൽ ക്യാപ്പബിലിറ്റിയും ഉണ്ട്. ഒരുപാട് പേർ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ പക്കൽ അതിനവീനമായ മിസൈൽസ് ഒന്നും ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോൾ നീ തന്നെ കാണുന്നുണ്ടല്ലോ, ഇസ്രായേലിനെ തന്നെ ഇറാൻ ഭയപ്പെടുത്തിയല്ലോ എന്നൊക്കെ. സത്യം വീണ്ടും പറയുകയാണ്, ഇറാന്റെ പക്കൽ അത്യാധുനിക മിസൈൽസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇറാന്റെ കൈവശം ധാരാളം മിസൈലുകളുണ്ട്. എന്നാൽ അവ ആധുനിക സാങ്കേതിക വിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 1-2 മിസൈൽസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മിസൈലുകളും ഓൾഡ് ടെക്നോളജിയാണ്. 20 വർഷം 30 വർഷം പഴമയുള്ള മിസൈലുകൾ. ആ ഒരു സമയത്തുള്ള സാങ്കേതിക വിദ്യയാണ് മിസൈൽസിലുമുള്ളത്. മൊത്തം ഇറാന്റെ പക്കൽ മാത്രം 12 ക്ലാസസ് ഓഫ് മിസൈൽസ് ഉണ്ട്. 1-2 ക്ലാസസ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പുതിയ ടെക്നോളജി. ബാക്കി മെജോറിറ്റി ഓഫ് മിസൈൽസ് പഴയ സാങ്കേതിക വിദ്യയാണ്. എന്നാൽ ഇത് മതിയാകും ഇസ്രായേലിനെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ എല്ലാം നശിപ്പിക്കുന്നതിന്. ഈ പഴയ മിസൈൽസ് ഇപ്പോഴും ഇറാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർക്ക് വിജയവും ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഡൊണാൾഡ് ട്രംപ് G7 യോഗം അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. മാക്രോണെതിരെയുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതേ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ വാണ്ട് എ റിയൽ എൻഡ് ടു ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം. ന്യൂക്ലിയർ പ്രോഗ്രാം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിയൽ എൻഡാണ് എനിക്ക് ആവശ്യം. അതല്ലാതെ താൽക്കാലികമായ ഒരു പോസ് എനിക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനു വേണ്ടിയാണ് അണുവായുധ കരാറിൽ എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇറാൻ ഒരിക്കലും അണുവായുധം നിർമ്മിക്കാൻ പാടില്ല. നിങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധം ഞാൻ നീക്കം ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഇറാന്റെ പക്കൽ അണുവായുധം വരാൻ പാടില്ല എന്നതിനു വേണ്ടിയാണ്. 0% യുറേനിയം എൻറിച്ച്മെന്റ് വരണം. ഇങ്ങനെ ഒരു നിർദ്ദേശം അമേരിക്ക ഇറാൻ നൽകിയിട്ടുണ്ട്. ഒരു നേതാവ് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ സത്യമായി മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതേ കാര്യം പല നേതാക്കന്മാർ പറയുമ്പോൾ ഒരു പക്ഷേ സത്യമായി തന്നെ മാറും. അതുപോലെയാണ് ഇസ്രായേലിലെ നെതന്യാഹു ഒരു കാര്യം പറയുന്നു. ഇറാനെ ഞങ്ങൾ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ അവർ 13 അണുബോംബുകൾ നിർമ്മിച്ചിരിക്കുമായിരുന്നു. അതേ കാര്യം ഇന്ന് ഡൊണാൾഡ് ട്രംപും പറയുകയാണ്. അതെ, ഇറാൻ വെരി ക്ലോസ് ടു പ്രോസസിങ് എ ന്യൂക്ലിയർ വെപ്പൺ. അപ്പോൾ ഈ വാക്കിന്റെ അർത്ഥം, അതെ, ഇറാന്റെ പക്കൽ അണുവായുധം നിർമ്മിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ചെന്ന് ആക്രമിച്ചു.
അപ്പോൾ ഇസ്രായേലിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴുള്ള ഒരു തീരുമാനം. മൊസാദിന്റെ ഒരു ബിൽഡിംഗ്, അത് കൃത്യം ഹെസീലിയ എന്നൊരു പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. ഈ ഹെസീല എന്ന പ്രദേശത്തുള്ള മൊസാദ് ബിൽഡിംഗ് ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഇറാൻ പറഞ്ഞു. എന്നാൽ ശരിക്കും സംഭവിച്ചത് ആ ബിൽഡിംഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മൊസാദിന്റെ യൂണിറ്റ് 8200 ആയിരുന്നു. ഈ യൂണിറ്റിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് മറ്റൊരു വീഡിയോ ഇത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ ടണലിനുള്ളിലേക്ക് കോൺക്രീറ്റ് ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. പിന്നീടാണ് മനസ്സിലായത് ഹമാസിന്റെ ടണൽ നെറ്റ്വർക്ക്സ്, ആ ടണൽ നെറ്റ്വർക്ക് ഒക്കെ ഇസ്രായേൽ തിരഞ്ഞു നശിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇസ്രായേൽ സിമന്റ് മിശ്രിതങ്ങൾ ചേർത്ത് ആ തുരങ്കത്തിനുള്ളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഒരു ടണൽ നശിപ്പിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ അളവ് മാത്രം 250 ക്യൂബിക് മീറ്റർ ആണ്. ഈ 250 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ആ ടണലിനുള്ളിലേക്ക് അയച്ച് എല്ലാ ദ്വാരവും അടച്ച് അതുവഴി ഹമാസിനെ കൊണ്ട് ഏത് തരത്തിലുള്ള ആശയവിനിമയം, ഗതാഗതം ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇതുപോലെ നിരവധി തുരങ്കങ്ങൾ ഇവർ അടച്ചിട്ടുണ്ട്. ചില തുരങ്കത്തിനുള്ളിൽ ബോംബുകൾ നിറച്ച് അത് പൊട്ടിത്തെറിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ടണൽ മുഴുവനും അങ്ങനെ പൊട്ടിത്തെറിക്കും, കൊളാപ്സ് ആകും. അതിനുള്ളിലുള്ളവർ അങ്ങനെ തന്നെ അകപ്പെടുകയും മരിക്കുകയും ചെയ്യും. ഇതുപോലുള്ള കാര്യങ്ങളിലും ഇസ്രായേൽ ഇപ്പോൾ ഇടപെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവസാനമായി നമ്മൾ അറിയേണ്ടതാണ് ഈ യൂണിറ്റ് 8200. ഈ 8200 കുറിച്ച് അറിയണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഹിസ്ബുള്ളയുടെ മുഴുവൻ പേജർ നെറ്റ്വർക്കിനെയും ഒറ്റ സമയത്ത് പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ പൊട്ടിത്തെറിച്ച ആ ഒരു ഇവന്റ് സംഭവിക്കുന്നതിന് ഏത് യൂണിറ്റ് ആയിരുന്നു കാരണമെന്ന് ചോദിച്ചാൽ ഈ യൂണിറ്റ് 8200 ആണ്. അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി പോലെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ GCHQ പോലെയും ലാർജസ്റ്റ് സിംഗിൾ മിലിറ്ററി യൂണിറ്റ് ആണ് ഇസ്രായേലിന്റെ ഈ യൂണിറ്റ് 8200. 1948 ഇസ്രായേൽ ഇത് രൂപീകൃതമായത്. അന്നു മുതൽ ഈ യൂണിറ്റ് 8200 നിലവിലുണ്ട്, പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഹമാസിനെ ചാരവൃത്തി ചെയ്യുകയായിക്കോട്ടെ, ഹിസ്ബുള്ളയെ ദുർബലമാക്കിയതും നശിപ്പിച്ചതുമായിക്കോട്ടെ, ഇവയ്ക്കെല്ലാം ഈ യൂണിറ്റ് 8200 പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഡ്രോൺ മറച്ചു വയ്ക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് ഈ യൂണിറ്റ് 8200 അപ്പോൾ ചാരവൃത്തി മുതൽ ആർക്ക് എങ്ങനെയൊക്കെ ട്രെയിനിങ് നൽകണം, എന്തൊക്കെ ചെയ്യണം, ഇവയെല്ലാം ചെയ്ത സൈബർ സെക്യൂരിറ്റി എന്നറിയപ്പെട്ട 8200 ഹെഡ്ക്വാർട്ടേഴ്സിനെയാണ് ഞങ്ങളിപ്പോൾ ആക്രമിച്ചുവെന്ന് ഇറാൻ ഒരു അറിയിപ്പ് പുറത്തുവിട്ടത്. സത്യത്തിൽ ഇറാൻ ഈ ഒരു യൂണിറ്റിനെതിരെയുള്ള ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസൈസ് ആക്രമണത്തിൽ ഈ ഒരു ആക്രമണത്തെയും ചേർക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ പല രാജ്യങ്ങളും ഇപ്പോഴും പറയാൻ തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു യൂണിറ്റിന്റെ ആക്രമണത്തെക്കുറിച്ചുള്ള സത്യം എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ളതിനെക്കുറിച്ചും പല രാജ്യങ്ങൾ അവിടെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എന്തെങ്ങനെയായാലും ഈ യൂണിറ്റ് 8200 ഉണ്ടായിരുന്നു. അത് ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ്. ഇസ്രായേലിന്റെ പല കാര്യങ്ങൾ, പല ചാരവൃത്തികൾ, ഓപ്പറേഷൻസിനെല്ലാം ഈ യൂണിറ്റ് 8200 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിച്ചാൽ തീർച്ചയായും അത് വോയിസ് ഓഫ് വിക്കിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വീണ്ടും പല അപ്ഡേറ്റ്സ് വരാൻ പോവുകയാണ്. ഇവയെല്ലാം അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.